സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നാളെ അവസാനിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ. വോട്ടർ പട്ടിക 21-ന് പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചെന്നും രത്തൻ കേൽക്കർ പറഞ്ഞു. ഇലക്ഷനുടെ ഭാഗമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എല്ലാ ഒരുക്കങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുള്ളതാണ്. തങ്ങളെല്ലാവർക്കും അറിയുന്ന മാതിരി തന്നെ SIRയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയും അവസാനത്ത് നാളെത്തോടു കൂടി നമ്മുടെ SIRയുടെ പ്രവർത്തനമെല്ലാം പൂർത്തിയാവും. അത് കണ്ടിട്ട് 21-ാം തീയതി ഫെബ്രുവരി നമ്മുടെ SIRയുടെ വോട്ടർ പട്ടിക നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ വരെ നമുക്ക് പുതിയതായിട്ട് വോട്ട് ചേർക്കാം, ഡിലീറ്റ് ചെയ്യാനുള്ളത് ഡിലീറ്റ് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാനുള്ള വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവും. പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഈ ഇലക്ഷനുടെ പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഓൾറെഡി തുടങ്ങി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുടെ FLC നമ്മൾ കുറേ ദിവസം മുൻപ് തന്നെ പൂർത്തീകരിച്ചിട്ടുള്ളതായിരുന്നു. എല്ലാം കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എല്ലാ ജില്ലാ കളക്ടർമാർ അതുപോലെ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നിലയിൽ നമ്മുടെ ഓഫീസിനെ കൂടി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, SIRന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ കേരളത്തിലും വിജയകരമായി പൂർത്തീകരിക്കുന്നതായി കമ്മീഷൻ വ്യക്തമാക്കുന്നു. ഒപ്പം വളരെ സുപ്രധാനമായൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ കൂടി പൂർത്തിയായെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്? ഗൗതം, SIRന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. നാളത്തോടു കൂടി അവസാനിക്കുകയും ചെയ്യും. തുടർന്ന് വോട്ടർ പട്ടിക 21-ാം തീയതി, ഈ മാസം 21-ാം തീയതി പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ളവർക്ക് അത് ആ പേര് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനുള്ള സമയമുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ ആ ഉറപ്പുവരുത്തുവാനുള്ള സമയമടക്കം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിൻ്റെ നിർണായകമായിട്ടുള്ള ചർച്ചകളും എല്ലാം ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യും. അത് ക്രമസമാധാന ചുമതല അടക്കം ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടെല്ലാം ചർച്ചകൾ നടക്കും. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്നും ഇലക്ഷൻ കമ്മീഷന്റെ ബന്ധപ്പെട്ട അധികൃതർ കേരളത്തിലേക്ക് എത്തും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളടക്കം ഏകോപിപ്പിക്കുകയും ചെയ്യും. പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ പോളിംഗ് സാധനങ്ങൾ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടക്കമുള്ളവ എത്തിക്കുന്നതടക്കമുള്ള ആ കാര്യങ്ങളിലെല്ലാം തീരുമാനങ്ങൾ ചർച്ചയും ഉണ്ടാകും. എന്തായാലും സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതൊരു സൂചന കൂടി, അതായത് അധികം വൈകാതെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടക്കം ഉണ്ടാകുമെന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നും നൽകിയിരിക്കുന്നത്. എന്തായാലും വിജയകരമായി തന്നെ SIR പൂർത്തിയാക്കുകയും ചെയ്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നിലവിൽ നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും തർക്കങ്ങളും ഒക്കെ നിലനിന്നെങ്കിൽ പോലും വലിയ രീതിയിൽ വിജയകരമായി അത് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളും ചീഫ് ഇലക്ടറൽ ഓഫീസർ പറയുന്നുണ്ട്. ഓക്കെ പ്രശാന്ത്, എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ കേരളത്തിൽ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. ഒപ്പം SIRന്റെ പ്രവർത്തനങ്ങൾ നാളെ അവസാനിക്കുകയാണ്. ഈ മാസം 21-ന് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്.